എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷനിലോട്ട് സ്വാഗതം. നമ്മൾ കുറേ നാളായില്ലേ ഡിസ്പ്ലേ വീഡിയോസ് കണ്ടിട്ട്, സാരി ആയാലും ചുരിദാർ ആയാലും കുറേ നാളായി കണ്ടിട്ട് അല്ലേ. അപ്പോൾ ഇന്ന് 3 ഓർഗൻഡി സാരീസിൻ്റെ ഡിസ്പ്ലേ ആണ്. ഓർഗൻഡി സാരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ പാസ്റ്റൽ കളേഴ്സ് ആയിരിക്കും വരുന്നത്. ലൈറ്റ് ഷെയ്ഡ്സ് മാത്രമാണ് ഓർഗൻഡിയിൽ കൂടുതൽ വരുന്നത്, ഡാർക്ക് ഷെയ്ഡ്സ് വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇന്ന് ഓർഗൻഡി സാരീസിൻ്റെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ആ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലും 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻസും അത് എവിടേക്കാണ് വന്നിരിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ ലെമൺ യെല്ലോ സാരിയാണ്. അത് ഇതുപോലത്തെ നല്ലൊരു ഷെയ്ഡാണ് ലെമൺ യെല്ലോ. എൻ്റെ ഒരു പേഴ്സണലി ഫേവറേറ്റ് കളറാണ് ഇത്. അപ്പം ലൈറ്റ് ഷെയ്ഡാണ്, എല്ലാവർക്കും യോജിക്കുന്ന ഒരു കളറുമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ ഫ്ലവർ ബഞ്ചസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുകയാണ്. ഒരു 5 ഫ്ലവേഴ്സ് ഉള്ള ഒരു ബഞ്ചാണ്. അപ്പം ഇത്ര ഒരു 1 2 3 4 5 അങ്ങനെ 3 പിന്നെ 2 അങ്ങനെ ഉള്ള ഒരു ഫ്ലവർ ബഞ്ചാണ്, കുറച്ച് ലീവ്സ് ഒക്കെ ആയിട്ട്. ആ ഫ്ലവർ ബഞ്ച് ഉള്ള ആ ഡിസൈന് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് മുന്താണിയിൽ തയ്ച്ചിരിക്കുകയാണ്. അപ്പം കാണുന്ന സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇടുന്ന സൈഡാണല്ലോ മുന്താണിയിൽ കാണുള്ളൂ ഞെറിഞ്ഞിടുവാണെങ്കിൽ. അപ്പം ആ ഒരു സൈഡിൽ കുറച്ച് അധികം സ്കാറ്റർ ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ വിടർത്തി വെക്കുകയാണെങ്കിൽ ഒന്നുമില്ലാണ്ട് പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതിന് പകരമായിട്ട് അതിന് പകരം പ്ലെയിൻ ആയിട്ടിരുന്നാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഡിസൈനേ തയ്ച്ചിട്ടുള്ളൂ. അവിടെ ഒരു 3 എണ്ണമാണ് തയ്ച്ചിട്ടുള്ളൂ. ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് അധികം തയ്ച്ചിട്ടുണ്ട്, 4 3 2. പിന്നെ ആ ഒരു ബോർഡർ ഫുള്ളും ഇങ്ങനെ ഡിസൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തയ്ച്ചിരിക്കുന്നത് ഈ ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. നടുക്കൊരു ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്, യെല്ലോ കളർ ഫ്രഞ്ച് നോട്ട്. ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചിരിക്കുന്ന മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, ആങ്കറിൻ്റെ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഒരു പിങ്ക്, ഓറഞ്ച്, യെല്ലോ ആ ഒരു ഷെയ്ഡുള്ള ത്രെഡാണ്. പിന്നെ സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ഫ്ലൈ സ്റ്റിച്ചും ആണ്, അല്ല ഫിഷ് ബോണും ആണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഒരു ഡിസൈനിൽ ഇത്രയും സ്റ്റിച്ചസ് ആണ് ഒരു ഡിസൈനിൽ വരുന്നത്. അപ്പോൾ ബ്ലാങ്കറ്റ് ഉണ്ട്, ഫ്രഞ്ച് നോട്ട് ഉണ്ട്, ഫിഷ് ബോൺ ഉണ്ട്, സ്റ്റെം സ്റ്റിച്ച് ഉണ്ട്. ഇത്രയും സ്റ്റിച്ചസ് ആണ് ഒരു ഡിസൈനിൽ വരുന്നത്. അപ്പം ഈ ഒരു ഡിസൈനിൽ എല്ലാ ഇപ്പോൾ സ്റ്റെം ആയാലും എന്തായാലും തയ്ച്ചിരിക്കുന്നത് 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ട് മാത്രം 6 സ്ട്രാൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ 4 ഡിസൈൻ വന്നു, പിന്നെ 3 ആയി, പിന്നെ ഒരെണ്ണം ഇവിടെ, പിന്നെ ഇവിടെ ഒരെണ്ണം, പിന്നെ ഇങ്ങനെ ബോർഡർ വൈസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പം എൻ്റെ ബോർഡർ ഫുള്ളും ഇങ്ങനെ തയ്ച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഒരു നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഇപ്പം വിടർത്തിടുവാണെങ്കിൽ ഈ ബോർഡറിൽ കൂടെ തന്നെ ഇങ്ങനെ ഈ സ്റ്റിച്ചസ്, ഈ ഫ്ലവർ പാറ്റേൺസ് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഒരേ ഡിസൈൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പോയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇവിടം വരെ ഉണ്ട് ഡിസൈൻ, എന്നിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ബോർഡർ വൈസ്. ഞാനത് വെച്ച് കാണിച്ചു തരാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഇപ്പം നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഡിസൈൻ്റെ സൈഡ് മാറണം. ഇപ്പോൾ ഇത്രയും നേരം ഡിസൈൻ ഇങ്ങനെ മേളിലോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. ഫ്രണ്ടിൻ്റെ ഇവിടെ ഷോൾഡർ വരുമ്പോൾ മുതൽ ഡിസൈൻ്റെ പാറ്റേൺ സൈഡ് മാറ്റണം. ഡിസൈൻ വരയ്ക്കുമ്പം നമ്മൾ എപ്പോഴും ഡിസൈൻ്റെ പാറ്റേൺ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടം വരെ ഇങ്ങോട്ടിരുന്ന ഫ്ലവേഴ്സ് ഷോൾഡർ മുതൽ വരുമ്പോൾ നേരെ തല തിരിച്ചു വെക്കണം. എന്നാലാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണത്തുള്ളൂ. ഡിസൈൻ നേരെയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തല കുത്തിയിരിക്കുന്ന പോലെ വരും. അപ്പം അത് നേരെ മാറ്റി വരയ്ക്കണം. അതെപ്പോഴും എല്ലാവരും ഒന്ന് തെറ്റിപ്പോകുന്നൊരു കാര്യമാണ് ഡിസൈൻ വരയ്ക്കുന്ന കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ട്രേസിംഗ് പേപ്പർ വെച്ച് വരയ്ക്കണമെങ്കിൽ അത് മാറ്റി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വരയ്ക്കുന്നതിന് മുമ്പ് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, പല്ലൂല് വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ഷോൾഡർ പോർഷനിൽ വരുമ്പോഴും 2 ഡിസൈൻ മറച്ച് വെക്കേണ്ട കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തല തിരിഞ്ഞ് ഡിസൈൻ വരും, ഇങ്ങനെ ഫ്ലവർ തലയും കുത്തി നിൽക്കുന്നവരെ വരും. അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ താഴെ വരുമ്പോഴും ലെഗ് പോർഷനിൽ വരുമ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം ഫ്ലവർ. അന്നേരവും പാറ്റേൺ നേരെ വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ വൃത്തികേടാകും. അപ്പം ഇവിടെ മുതൽ പാറ്റേണിൻ്റെ ഇത് മാറി നേരെ തല തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പാറ്റേൺ വരച്ചേക്കുവാണ്. അത് ഇവിടം വരെ നമ്മുടെ ഒരു ഫ്രണ്ടിൽ ഇവിടം വരെയാണ്. ആ 5 ഇഞ്ച് ഗ്യാപ്പിൽ വരയ്ക്കുമ്പോൾ ഇവിടം വരെ വരും. അത് കഴിഞ്ഞിട്ട് താഴെ ഒരു സ്മോൾ വെറുതെ ഇരുന്ന ഭയങ്കര വൃത്തികേടായതുകൊണ്ട് ആ ലെഗ് പോർഷനിൽ ഒരു ഡിസൈൻ താഴെയും തയ്ച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ തയ്ച്ചിട്ടുള്ളൂ ലെഗ് പോർഷനിലും. ഞാൻ അതൊന്ന് വെച്ച് കാണിക്കാം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ യെല്ലോ സാരി ഉടുത്താൽ ഇങ്ങനെ ഇരിക്കും.
ഇവിടെ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇത്രയും വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ പല്ലൂല് നമുക്ക് കാണാം നിറച്ചും വർക്ക് ഉണ്ട്. പല്ലൂല് ഞെറിഞ്ഞിട്ടാലും നിറച്ചും നമുക്ക് വർക്ക് കാണാം. ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ്. യെല്ലോയിൽ തന്നെ യെല്ലോയും ഗ്രീനും പിങ്കും ഓറഞ്ചൊക്കെ വരുന്നതുകൊണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാൻ, ഒത്തിരി ഒന്നും തെറിച്ച് നിൽക്കൂല, അന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഡിസൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിസൈനിൻ്റെ ഇത് മാറ്റണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടം വരെയാണ് മുന്താണിയുടെ ആ ബോർഡർ റണ്ണിങ് പോർഷൻ വരുന്നത്. അപ്പം ഈ ഡിസൈൻ ഇങ്ങനെ അതുപോലെ തന്നെ വരച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഭംഗി എന്താണ് വൃത്തികേട് എന്നുള്ളത്. അപ്പം ഡിസൈൻ തല കുത്തി നിൽക്കണോട് നമുക്ക് കാണാമല്ലോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരിക്കലും വരയ്ക്കരുത്. താഴത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം. മേളിലോട്ട് ഷോൾഡർ മുതൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ആ ഡിസൈൻ്റെ ഇത് മാറ്റണം. ഇങ്ങനെ ആവണം. പൂ മേളിലോട്ടും തണ്ട് താഴത്തോട്ടും ആയിട്ട് ഇരിക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ഏത് ഡിസൈൻ എടുത്തോളൂ. റൗണ്ടിലുള്ള ഡിസൈൻ ആണെങ്കിൽ കുഴപ്പമില്ല. അതല്ല ഫ്ലോറൽ ഡിസൈൻ ഇങ്ങനെ ബഞ്ചായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കണതൊക്കെ ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് മേളിലോട്ടാക്കി ഷോൾഡർ മുതൽ ഇങ്ങോട്ടേക്ക് തയ്ക്കുമ്പോൾ അങ്ങനെ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അത് എല്ലാവരും ബൈ മിസ്റ്റേക്ക് ആണെങ്കിലും മറന്നു പോകും വരയ്ക്കാൻ നേരത്ത്. അത് ശ്രദ്ധിക്കുക. കാർബൺ പേപ്പർ വെച്ച് വരച്ചാൽ പിന്നെ വാഷ് ചെയ്താലും പോകത്തില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഡിസൈൻ വരയ്ക്കുന്നതിന് മുമ്പ് എവിടെയാണ് ഷോൾഡറിൻ്റെ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ എപ്പോഴും തെറ്റിപ്പോയാൽ പിന്നെ അത് വാഷ് ചെയ്താൽ ഒരു ഭംഗി പോകും, ആ പുതുമ പോകും സാരിയുടെ, അല്ലേ? അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വന്നത്. ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ ഡിസൈൻ താഴെയും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. അപ്പോൾ ഈ സാരിയുടെ ബ്ലൂ പ്രിന്റ്, ഈ ഡിസൈനിൻ്റെ ബ്ലൂ പ്രിന്റ് വീഡിയോയുടെ എൻഡിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സാരി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഓർഗൻഡി സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ തയ്ച്ചിരിക്കുന്നത് കച്ച് വർക്കാണ്. അപ്പോൾ കച്ച് വർക്ക് ഞാൻ മുന്താണി കാണിച്ചു തരാം. മുന്താണിയിൽ 6 ഡിസൈനാണ് വരുന്നത്. അപ്പം 6 ഡിസൈൻ എന്ന് പറഞ്ഞാൽ 2 സൈഡിലും 3 ആയിട്ട് ഇങ്ങനെ 3 ഡിസൈനാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കച്ച് വർക്ക് ഉണ്ട്. ഒരു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തയ്ച്ചിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. നടുക്കൊരു മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ, ഇപ്പോൾ ഈ ഗ്രീൻ സാരിക്ക് തന്നെ അതിൻ്റെ തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഗ്രീൻ ത്രെഡും പിന്നെ ഒരു പിങ്ക് കളർ ത്രെഡ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇതെല്ലാം ആങ്കറിൻ്റെ ത്രെഡാണ്. ഇത് തയ്ക്കാനാണെങ്കിലും കച്ച് വർക്ക് 3 സ്ട്രാൻഡ്സും സ്റ്റെംസ് തയ്ക്കാനായിട്ട് 2 സ്ട്രാൻഡ്സും മിറർ 6 സ്ട്രാൻഡ്സ് ഫ്രെയിം ഉണ്ടാക്കി ഫിക്സ് ചെയ്തേക്കുവാണ്. അപ്പോൾ മിററിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ നേരത്തെ ഉണ്ട്. ആർക്കെങ്കിലും അറിയില്ലാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒക്കെ ഇട്ടേക്കാം. ഈ എല്ലാ സ്റ്റിച്ചസിൻ്റെ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അറിയില്ലാത്തവർക്ക് അത് നോക്കി പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞ കച്ച് വർക്കും സ്റ്റെമ്മും മിറർ വർക്കും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല കളർ കോമ്പിനേഷനാണ്. ഈ ഗ്രീനിൻ്റെ അകത്ത് ഒരു ഡാർക്ക് ഷെയ്ഡ് ഗ്രീനും പിങ്കും വന്നപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് ആണ് പല്ലൂല് വരുന്നത്. മുന്താണിയിൽ വരുന്നത് ഇതുപോലെ 3 ഡിസൈനാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും മുന്താണിയിലും 3 ഡിസൈൻ ഒരു എൽ ഷേപ്പിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഇനി ഫ്രണ്ടിലെ ചെസ്റ്റ് പോർഷനിലാണ് ഇനി ഡിസൈൻ വരുന്നത്. ഫ്രണ്ടിലെ ചെസ്റ്റ് പോർഷനിൽ കാണുന്ന ഷോൾഡർ മുതൽ താഴെ പോകുന്ന വരെയായിട്ട് വയറിൻ്റെ അവിടം വരെയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതും അതെ ഇതുവരെ ഒരു ഡിസൈൻ കഴിഞ്ഞ് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത്. അങ്ങനെ 4 ഡിസൈൻസാണ് ഫ്രണ്ടിൽ ഇവിടം തൊട്ട് ഇങ്ങനെ ഇവിടം വരെ വരുന്നത്. പിന്നെ വന്നിട്ട് ഈ ഒരു ഡിസൈൻ തന്നെ താഴെ റൈറ്റ് ലെഗിൻ്റെ അവിടെയുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്ച്ചിരിക്കുന്നു. എന്നാൽ നല്ല കളർ കോമ്പിനേഷനൊക്കെ കാരണം നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണിത്. ഇതിപ്പോൾ കച്ച് വർക്ക് ആയതുകൊണ്ട് കച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അത് എന്തോരം സമയം എടുക്കും അത് തയ്ച്ച് തീർക്കാനെന്ന്. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാനായിട്ട്. കച്ച് വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇച്ചിരി പേഷ്യൻസ് വേണം അത് തയ്ക്കാനായിട്ട്. പക്ഷെ തയ്ച്ചു കഴിഞ്ഞാൽ വളരെ വൃത്തിയായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ നോക്കിയാൽ ബാക്കിയുള്ള വർക്ക് വെച്ച് നോക്കുമ്പോൾ താഴെ ഒന്നും ഉണ്ടാവത്തില്ല. വളരെ വൃത്തിയായിട്ട് ഇരിക്കുന്ന ഒരു വർക്കാണ്. താഴെ നല്ല നീറ്റായിട്ട് ഇരിക്കും. കെട്ടിടുന്ന അല്ലാണ്ട് വേറെ ഒന്നും അധികം വരത്തില്ല. കച്ച് വർക്കിൻ്റെ പ്രത്യേകത അത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. വളരെ നീറ്റായിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പം മിറർ ആണെങ്കിലും ഞാൻ ഫ്രെയിം ഉണ്ടാക്കി ഫിക്സ് ചെയ്തേക്കുന്ന കാരണം അടി കൂടെ അതിൻ്റെ ആണെങ്കിലും ഒന്നും വരുന്നില്ല. വളരെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കും അതിൻ്റെ അടി. അപ്പം ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. നമുക്കപ്പോൾ വെച്ച് കാണാം അതെങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വെച്ച് കണ്ട് നോക്കാം.
അപ്പോൾ ഈ ഒരു ഫ്ലവർ പാറ്റേണിൻ്റെ ഡിസൈൻ ഞാൻ വീഡിയോയുടെ എൻഡിൽ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ആർക്ക് വേണ്ടേ എന്നുള്ളത് നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലത്തെ 4 ഡിസൈനാണ് വരുന്നത്. നടുക്കൊരു മിററൊക്കെ ഉള്ള കാരണം ഈ ഒരു ഡിസൈൻ നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കും. എവിടെ നിന്നാണെങ്കിലും നോക്കുമ്പോൾ ആ മിറർ എഫക്റ്റ് ഉള്ളൊരു ഷൈനിങ് എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട് ഈ ഡിസൈനിന്. അപ്പോൾ ഇതുപോലെ 4 ഡിസൈൻ ഒരു 3 ഇഞ്ച് ഗ്യാപ്പിലാണ് ഓരോ ഡിസൈൻസുമായിട്ടുള്ള ഗ്യാപ്പ് 3 ഇഞ്ചാണ്. അങ്ങനെ 4 ഡിസൈൻ. മുന്താണിയിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ 3 ഡിസൈൻ ഒരു എൽ ഷേപ്പിലാണ് തയ്ച്ചിരിക്കുന്നത്. 2 സൈഡിലും അതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിററിൻ്റെ ഷൈനിങ് എഫക്റ്റും അതുപോലെ തന്നെ കളർ കോമ്പിനേഷനുമാണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ സാരിക്ക് വന്നിരിക്കുന്നത്. പിങ്കും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഗ്രീനും ഇതിൻ്റെ അകത്ത് നല്ലോണം സൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്ലൗസ് ഇടുവാണെങ്കിൽ ഇതുപോലെ തന്നെ പിങ്ക് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ഗ്രീൻ, പിങ്ക് ഷെയ്ഡ് ഇടായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരു ഷെയ്ഡുള്ള ബ്ലൗസ് ഇടുക. അതിൻ്റെ അകത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു കുഞ്ഞു മിറർ വർക്ക് ഒക്കെ ചെയ്ത് ഒരു ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കൂട്ടാം നമുക്ക്. അപ്പം അങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള ഒത്തിരി ഡിസൈൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ എന്നാൽ എലഗൻ ലുക്കും വരുന്ന ഒരു ഡിസൈനിങ് ആണ് ഈ സാരിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും നമ്മുടെ വീഡിയോയുടെ എൻഡിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്ത സാരി പ്യുവർ വൈറ്റ് സാരിയാണ്. വൈറ്റ് ഓർഗൻഡി സാരിയിൽ വൈറ്റ് ത്രെഡ് ഇട്ട് തന്നെ തയ്ച്ചിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇതൊക്കെ പള്ളിയിലൊക്കെ കൊടുക്കാനാണെങ്കിൽ വളരെ നല്ലൊരു സാരിയാണ്. എന്ന് വെച്ചാൽ ഒട്ടും കളറില്ലാണ്ട് വൈറ്റിൽ വൈറ്റ് തന്നെ വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സാരിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മുന്താണിയിൽ ഇതുപോലെ 4 ഡിസൈൻ വന്നിട്ടുണ്ട്. ഒരു റോസ് ബഡിൻ്റെ ഡിസൈനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞു ഡിസൈനും ഫ്ലവറും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ റോസ് ബഡ് ഡിസൈനിൻ്റെ ഇടയിലും ഒരു കുഞ്ഞു ഫ്ലവർ തയ്ച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മുന്താണിയിലെ ഏറ്റവും താഴത്തെ പോർഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ലെയർ ഇതുപോലെ തന്നെ ആ സ്മോൾ ഫ്ലവർ ഡിസൈന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഫ്ലവർ തയ്ച്ചിരിക്കുന്നത്. അങ്ങനെ ഫുൾ ലെങ്ത്തിലും ബോർഡറിൻ്റെ മുന്താണിയുടെ ഫുൾ സൈഡ് ഇതിലും തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ 2 ലെയറും കൂടെ തയ്ച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മുന്താണി വരുന്നത് ഈ സാരിയുടെ, വൈറ്റ് സാരിയുടെ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ നമ്മുടെ ഈ ഷോൾഡർ മുതൽ ഇങ്ങോട്ടേക്ക് വരെ നമുക്ക് ഡിസൈൻ വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഡിസൈൻ വരുന്നത്. അപ്പോൾ അതേ ഇതിൻ്റെ അകത്ത് ഡിസൈൻ ഇപ്പം ഇതാണെങ്കിലും ഡിസൈൻ വരയ്ക്കുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, മേളിലോട്ടായിട്ട് വന്നിരിക്കണം. എന്നാലാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റോസ് ബഡ് നിൽക്കുന്നവരെ വരണം. അപ്പം അങ്ങനെ റോസ് ബഡ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇത് പറഞ്ഞ ഫ്ലവർ ഡിസൈൻ വെക്കുന്നു. എന്നിട്ട് റോസ് ബഡ് ഫ്ലവർ ഡിസൈൻ അങ്ങനെ ഒരു 4 ഡിസൈനാണ് ഫ്രണ്ടിൽ തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കുഞ്ഞു റോസ് ബഡ് താഴെയും ഉണ്ട്. അതിന് ചുറ്റും കുറച്ച് ഫ്ലവർ ഡിസൈനും ഇതുപോലെ കുഞ്ഞു ഫ്ലവേഴ്സും താഴെയും വരച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. വൈറ്റായിട്ട് തയ്ക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഡിസൈൻ വരയ്ക്കുമ്പോഴും തയ്ക്കുമ്പോഴും ആ വൈറ്റ് ത്രെഡിൽ ഒട്ടും ഇതും വരാണ്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് തയ്ച്ചേക്കുന്നത് ഷാഡോ വർക്കാണ്. അപ്പോൾ ആ ഷാഡോ വർക്ക് ചെയ്തേക്കുന്നത് 2 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഷാഡോ വർക്ക് എപ്പോഴും തയ്ക്കുമ്പോൾ 2 അല്ലെങ്കിൽ 1 സ്ട്രാൻഡ് ഇട്ട് തയ്ക്കുന്നതാണ് കൂടുതൽ വൃത്തിക്ക് വരുന്നത്. ഭംഗി കൂടുന്നത് അങ്ങനെ തയ്ക്കുമ്പോഴാണ്. അപ്പോൾ അടുപ്പിച്ച് തയ്ച്ച ക്രോസൊക്കെ നല്ല ഭംഗിയിൽ വരും. ഞാൻ കാണിച്ച് ഇതിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് കാണാം ക്രോസ് എത്ര അടുത്തായിരിക്കുന്ന ഗ്യാപ്പ് ഒട്ടും ഇല്ലാണ്ട് അത്ര അടുത്തടുത്താണ് ക്രോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രോസ് സ്റ്റിച്ച് അതുപോലെ ഷാഡോ വർക്ക് അടുപ്പിച്ച് തയ്ച്ചാൽ ക്രോസും അതുപോലെ അടുത്തടുത്ത് വരും, നല്ല ഭംഗിയിൽ വരും. പിന്നെ തയ്ച്ചിരിക്കുന്ന സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെംസ് തയ്ക്കാൻ സ്റ്റെം സ്റ്റിച്ചാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതും 2 സ്ട്രാൻഡ്സ് വെച്ചിട്ട് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ സാരിയും തയ്ക്കുന്നത് ആങ്കറിൻ്റെ വൈറ്റ് ത്രെഡ് 2 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാ ഈ സാരി ഒന്ന് വെച്ച് നോക്കാം. ഇതിൻ്റെ ഡിസൈനും വീഡിയോയുടെ എൻഡിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് വെച്ച് കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഡിസൈൻ പാറ്റേൺ വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം, മുന്താണിയിൽ വരച്ചോടെ വരയ്ക്കരുത്. നേരത്തെ പറഞ്ഞ തന്നെ തല തിരിച്ച് വേണം ഡിസൈൻ വരയ്ക്കാൻ, അല്ലെങ്കിൽ ബഡ് താഴത്തോട്ടായിട്ടിരിക്കും, ഇല മേലുമായിട്ട്. അത് ഭയങ്കര വൃത്തിയിലാട്ടോ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം ഇതുപോലെ ഡിസൈൻ വരും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു ഫ്ലവർ ഉണ്ട്. അങ്ങനെ 4 ഡിസൈനാണ് വരുന്നത്. അതിപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കിലോട്ട് പോണ ഇവിടം വരെയുണ്ട് അതിൻ്റെ ഡിസൈൻ താഴെ വരെ ഉണ്ട്. അതുപോലെ തന്നെ പല്ലൂല് വരുന്നിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ വൈറ്റ് ആയതുകൊണ്ട് ക്യാമറയിൽ ശരിക്കും കാണത്തുണ്ടാവില്ല, എന്നാലും ഇതുപോലെയാണ് പല്ലു വരുന്നത്. താഴത്തെ ലെയറിൽ
ഫ്ലവേഴ്സ്, ഫ്ലവർ ബഡ്സ് ഉണ്ട്, റോസ് ഫ്ലവർ ബഡ്സ് ഉണ്ട്. മേളത്തെ 2 ലെയറിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുന്നതാണ് 2 ലെയേഴ്സ്. അങ്ങനെയാണ് മുന്താണി വരുന്നത്. അപ്പം ഇങ്ങനെയാണ്. പിന്നെ താഴെ ബോട്ടം റൈറ്റ് ലെഗ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഫ്ലവറും ഉണ്ട്. അതിൻ്റെ ചുറ്റും ഇങ്ങനത്തെ സ്മോൾ ഫ്ലവേഴ്സ് ഒന്ന് സ്കാറ്റർ ചെയ്തും തയ്ച്ചിട്ടുണ്ട്. അങ്ങനെയാണ് റൈറ്റ് ലെഗ് പോർഷൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ. വേറെ പ്ലീറ്റ്സിൻ്റെ അവിടെയൊന്നും ഡിസൈൻസ് ഇല്ല, പ്ലെയിൻ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് വൈറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ട് വൈറ്റിൽ വരച്ചിട്ട് എന്ത് കാണാനാണ്. പക്ഷെ അങ്ങനെയില്ല. ഇപ്പോൾ വൈറ്റൊക്കെ തയ്ക്കുന്ന നല്ല ഒരു ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഡിസൈനും വീഡിയോയുടെ എൻഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ 3 സാരീസിൻ്റെ പാറ്റേൺസ് നിങ്ങൾ കണ്ടല്ലോ. 3 സാരീസും 3 ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിഫറെൻറ്റ് സ്റ്റിച്ചസ് യൂസ് ചെയ്തു. അപ്പം ഡിഫറെൻറ്റ് പാറ്റേണിൽ തയ്ച്ചിടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കാണും സാരിയിൽ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.